Hi viewers and friends, Namaskaram, good morning to all. Geo Kitchen Tour Vibes-ന്റെ കുക്കറി യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സസ്നേഹം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഫ്ലാക്സ് സീഡിൻ്റെ ലഡു കണ്ടു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കി നോക്കുക. ഏതായാലും ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി. 2 ഐറ്റം ഇന്ന് ഉണ്ടാവും. ആദ്യത്തെ ഐറ്റമാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്. അതിൽ അധികം പണിയൊന്നുമില്ല, വളരെ ചെറിയ പണികളൊക്കെ ഉള്ളൂ. ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് മാത്രം എടുത്ത് കഴിഞ്ഞാൽ മതി, വേറെ കാര്യമായ പണിയില്ല. അത് സമയത്ത് രണ്ടാമത്തെ കുറച്ചുകൂടി വർക്കുണ്ട്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ചെയ്യാം, അതാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്. ഇതിൽ അധികം ഐറ്റങ്ങളൊന്നുമില്ല. ആദ്യം ഇത് ഒരു വെളിച്ചെണ്ണയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് പ്രസ്ഡ് വിർജിൻ കോക്കനട്ട് ഓയിൽ എന്നാണ് ഇതിനെ പറയുക. ഇത് അല്പം വിലയുണ്ട്, 1/2 ലിറ്ററിന് ഏതാണ്ട് 300-ന് മുകളിൽ വിലയുണ്ട്. അത് നമ്മൾ തലയിൽ തേക്കാനും ദേഹത്ത് തേക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ നമ്മുടെ ഈ ഡാൻഡ്രഫൊക്കെ ഒഴിവാക്കാൻ വളരെ നല്ലൊരു എണ്ണയാണിത്. അപ്പോൾ അതാണ് അതിൻ്റെ പേര്, കോൾഡ് പ്രസ്ഡ് വിർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മൾ വിർജിൻ ഒലിവ് ഓയിൽ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിർജിൻ ഓയിൽ ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇത് കൊക്കോ പൗഡറാണ്, അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്, മധുരമൊന്നും ഇല്ലാത്ത കൊക്കോ പൗഡറാണ്. ഇത് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഹണി, നമ്മുടെ തേനാണ്. തേന് ഒരു 2 ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആൽമണ്ട്, നമ്മുടെ ബദാം, ഇത് അല്പം പൊടിഞ്ഞു പോയി. ഇത് കോഴ്സ്ലി ഇതാണ് വേണ്ടത്. ഇങ്ങനെ പൊടിഞ്ഞ് അങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇരിക്കേണ്ടതാണ്. അല്പം മിക്സിയിലെടുപ്പോൾ അല്പം പൊടിഞ്ഞു പോയി, അതുകൊണ്ട് അത് അങ്ങനെ വരാൻ പാടില്ല. ഇത് വാനില എസൻസാണ്. ഇത് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഐറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു. വിർജിൻ കോക്കനട്ട് ഓയിലാണ്. ഈ വിർജിൻ കോക്കനട്ട് ഓയിലിന് പകരം നമുക്ക് ബട്ടർ ഉപയോഗിക്കാം, ഗീ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. തന്നെ വേണം, നിർബന്ധമില്ല. ഇനി നമുക്ക് കൊക്കോ പൗഡറാണ് ഉപയോഗിക്കേണ്ടത്. ചോക്ലേറ്റ് പൗഡർ എന്നും പറയും ഇതിന് ആൾക്കാർ. ഇത് സിലിക്കോണോ അല്ലെങ്കിൽ ഇത് സ്പൂൺ കൊണ്ട് ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത്, ഇത് കട്ട കംപ്ലീറ്റ് ഉടഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് കട്ടയെല്ലാം ഉടഞ്ഞു. ഇനി നമുക്ക് തേൻ ചേർക്കാം, ഹണി. ഇനി അടുത്തതായിട്ട് നമ്മൾ വാനില എസൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് ചേർക്കാം. ഇനി നമ്മൾ ബദാം കോഴ്സ്ലി പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചേർക്കാം. നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. ഇതാണ് സിലിക്കൺ മോൾഡ് എന്നാണ് പറയുക. ഇത് പല ഷേപ്പിലുള്ളതുണ്ട്, പലതരത്തിലുള്ള മോൾഡുകളുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഈ ഷേപ്പിലുള്ള എല്ലാം കിട്ടും നമുക്ക്. അപ്പം നമുക്ക് ഇതിലേക്കൊന്ന് കോരി ഒഴിക്കാം. നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം ഇതിൽ. നമുക്ക് ഇത് നോർമൽ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അത്ര സമയമില്ലാത്തത് കാരണം ഞാനിത് കുറച്ച് സമയം ഫ്രീസറിൽ വയ്ക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അതും അതിലേക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം ഓൾഡ് ഫാഷൻഡ് ഹോം മെയ്ഡ് ചോക്ലേറ്റാണ്. ഓൾഡ് ഫാഷൻ ചോക്ലേറ്റ് എന്ന് പറയും ഇതിനെ. അപ്പോൾ ഇതിന് വേണ്ടി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പഞ്ചസാര, 2 കപ്പ് പഞ്ചസാര, വൈറ്റ് ഷുഗർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് വൈറ്റ് ഷുഗർ ഇത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് 2 കപ്പ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡറുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ ബട്ടറുണ്ട്. പക്ഷെ അൺസോൾട്ടഡ് ബട്ടറാണ്, അത് പ്രത്യേകം നോക്കുക, അൺസോൾട്ടഡ് ആയിരിക്കണം. പിന്നെ 1 ലിറ്റർ പാലുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും ഉണ്ട്. പിന്നെ ഇത്
നമ്മളിപ്പോൾ ചെയ്യുന്ന ഇത് പരിപാടി ഞാൻ ആദ്യം ചെയ്ത ആ ചോക്ലേറ്റ് കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ മധുരം കൂടുതൽ വേണ്ടത് കുറച്ചുകൂടെ ഹണി വേണമെങ്കിൽ ചേർക്കാം. ഇത് യൂറോപ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്, അവർക്ക് അധികം മധുരം വേണ്ടാത്തതുകൊണ്ടായിരിക്കും അവരധികം ചേർത്തിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ ചേർക്കാവുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഏതായാലും മധുരമുണ്ട്. പിന്നെ ഞാൻ ഈ ഐറ്റങ്ങളൊക്കെ കൂടുതൽ കാണിക്കുന്നത് മറ്റ് ചിലവ് കൂടിയ ഐറ്റങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ കൊക്കോ പൗഡർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ് കിട്ടും. ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചു തരാം. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ ഡാർക്ക് ചോക്ലേറ്റ് എന്നാണ് പറയുന്നത്. ഇതിന് നല്ല വിലയുണ്ട്. 500 ഗ്രാമിന് 160 രൂപയൊക്കെ വിലയുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ചോക്ലേറ്റ് ഫഡ്ജ് അങ്ങനെയുള്ള പല കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് നമ്മൾ പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് പിന്നീട് ഒരിക്കൽ കാണിക്കാതെ, അതുകൊണ്ടാണ് ഞാൻ ഇതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ തുറന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ചിലവ് കുറഞ്ഞ ഐറ്റങ്ങൾ ഞാൻ കാണിക്കുന്നത്, കൊക്കോ പൗഡർ വെച്ചിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങാം. അപ്പോൾ ഒരു ചൂടാക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ പാൻ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് ഈ വൈറ്റ് ഷുഗർ നമുക്ക് ചേർക്കാം. ചേർത്തിട്ട് അതിന് മുകളിൽ കൊക്കോ പൗഡർ 1/2 കപ്പുണ്ട് കൊക്കോ പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. നോക്കട്ടെ, വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് പകരം ഒരു വിസ്കർ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു. നന്നായിട്ട് ഈ പൗഡർ മിക്സ് ആവും. അപ്പോൾ ഇനി നമുക്ക് പാല് ചേർക്കാം. 1 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ പാലും മിക്സ് ചെയ്തു. ഇനി ഈ മിക്സർ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഹൈ ഹീറ്റിൽ ആദ്യം അത് ചൂടാക്കാം. അത് കഴിഞ്ഞ് മീഡിയം ഹീറ്റിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കേണ്ടതുണ്ട്. ആദ്യം ഒന്ന് തിളയ്ക്കാറാവുന്ന വരെ നമുക്കൊന്ന് ഹൈ ഹീറ്റിലിടാം. ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, വിടാൻ പാടില്ല. തിളയ്ക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മിക്സർ തിളച്ച് തുടങ്ങി. നമുക്കിനി ഒരു 10 മിനിറ്റ് ഇത് സിമ്മറിലിട്ടിട്ട് നമുക്ക് ഒന്ന് വേവിക്കാം. ഓയിൽ ഇടാവട്ടെ. സിമ്മറിലിട്ടിരിക്കുകയാണ്, എന്നാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സിമ്മറിൽ മീഡിയം ഹീറ്റിൽ ഇതൊരു 10 മിനിറ്റ് ഇത് വെന്തു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്ക് ചേർക്കാനുള്ളത് ബട്ടർ ചേർക്കണം. ഈ വാനില എസൻസ് ചേർക്കാം. ആദ്യം വാനില എസൻസ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ ചേർക്കാനുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ്. 4 ടേബിൾ സ്പൂണാണ് ഇതിനുള്ളത്. അപ്പം നമ്മൾ വാനില എസൻസും ബട്ടറും ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റൗ കെടുത്തിയിരിക്കുകയാണ്. ഇതൊരു സിലിക്കോൺ മോൾഡാണ്. നമ്മൾ കേക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു മോൾഡാണിത്. ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പിടിക്കാതിരിക്കാൻ പ്രശ്നമൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമുക്കിനി ഇത് ഒഴിക്കാം ഇതിലേക്ക്. നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചു. സെറ്റായിട്ടുണ്ട്. അരമണിക്കൂർ വേണ്ടാന്ന് തോന്നുന്നു. ഇനി നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് തള്ളുക. തള്ളിക്കഴിയുമ്പോൾ കണ്ടോ വരുന്നതാണ്. വളരെ ഈസിയാണ്.
സിലിക്കോൺ മോൾഡിൻ്റെ ഗുണം അതാണ്. ഏത് ഷേപ്പിലുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഫ്രീസറിൽ നിന്ന് എടുത്താൻ തുടങ്ങിയപ്പോഴത്തെ ചൂട് കൊണ്ട് ഇത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾക്ക് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് ഉടനെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഇതിന് മധുരം ഉണ്ട് കേട്ടോ. ഇതിനിപ്പം എക്സ്ട്രാ ഹണിയൊന്നും ചേർക്കണമെന്നില്ല, മധുരം ഉണ്ട്, കുഴപ്പമില്ല. എക്സ്ട്രാ ഹണിയൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മളിത് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കുക. ഇനി അടുത്തത് നമ്മളിത് ഉണ്ടാക്കിയില്ലേ, ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കി. ഇത് ഓൾഡ് ഫാഷൻഡ് ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ടാക്കി. അപ്പോൾ ഇത് ഏതായാലും തണുപ്പിക്കാൻ ഇപ്പം നമുക്ക് സമയമില്ല. ഇത് ഫ്രീസറിൽ വെച്ച് ഫ്രീസറിൽ അല്ലാതെ തണുപ്പിച്ചതിന് ശേഷം നമ്മളിത് വരഞ്ഞിട്ട് പീസാക്കി കൊടുക്കാം. ഇപ്പോൾ ഏതായാലും നമുക്ക് കാണിക്കാൻ പറ്റാത്ത കാരണം ഞാനിങ്ങനെ ഈ മോൾഡിൽ ഒഴിച്ചു വെച്ചതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ആക്കിയിട്ട് നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടോ അല്ലാതെ തണുപ്പിച്ചെടുക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആൻഡ് ഓൾഡ് ഫാഷൻ ചോക്ലേറ്റ് രണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഓൾഡ് ഫാഷൻ്റെ ചോക്ലേറ്റ് ഫഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്, FUDGE ഫഡ്ജ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഇനിയും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മളെ ഈ ചോക്ലേറ്റ് ബാർ കൊണ്ടുള്ള ഐറ്റങ്ങൾ കൊണ്ട് ഫഡ്ജൊക്കെ കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ അടുത്തുനിന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് മംഗളം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്. നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയുന്നു. നിങ്ങൾക്കറിയാം, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇതുമായി ഇവിടെ പറയുകയാണ്. അപ്പോൾ ജിയോ കിച്ചൺ 257 ജോർജ് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ ടു ആൾ.